ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് ജനറൽ സർവീസ് ചെയ്യണം, ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യാം. സെൽഫ് സ്റ്റാർട്ട് വർക്കിംഗ് അല്ല, ചില സമയങ്ങളിൽ സെൽഫ് എടുക്കുക, അതായത് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട്, അത്രയും വർക്കാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. പുതിയ ലൈൻഡർ വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയറിനകത്ത് തന്നെ ഓയിലൊക്കെ നമ്മൾ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, പുതിയ ഫിൽറ്ററാണ്, കാര്യമായിട്ടുള്ള പൊടിയൊന്നുമില്ല. അപ്പം തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിച്ചതാണ്. അപ്പം നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റ് കിടക്കണേ. അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ്റ്റർ, ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് ഔട്ടർ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ക്ലച്ച് യൂണിറ്റ് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കണം. കിക്കർ വീലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യും, വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്തായിരുന്നു, വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ജാമായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് ജാമല്ല, ഫ്രണ്ട് ബ്രേക്ക് കൂടുതലാണ്, ഓവർ ബ്രേക്കായിട്ട് നിൽക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ കേബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, കേബിളിന് വലിയ ടൈറ്റും തോന്നണില്ല. അപ്പോൾ നമുക്ക് ബാക്ക് വീല് ഇപ്പോൾ അഴിച്ചേക്കണത് കൊണ്ടാണ്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് കറക്റ്റ് പ്ലേയിലേക്ക് ആക്കിയിട്ടേക്കാം കേട്ടോ. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്തു, ടയർ നോക്കി, ടയറൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കോൺസെപ്റ്റൊക്കെ ആയാലും ഓക്കെയാണ്. നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തേക്കൂടെ പ്ലഗ് മാറ്റിയിട്ടാണ്, കുഴപ്പമില്ല, നല്ല പ്ലഗാണ്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്തു. ബാറ്ററിയുടെയാണ് മെയിനായിട്ട് നമുക്ക് ആ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വാറണ്ടി പീരീഡ് മിക്കവാറും ഉണ്ടോ എന്നുള്ള ദിവസം നോക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ 2024 ലാസ്റ്റൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ കിട്ടും. 24 മാസമാണ് വാറണ്ടി. അത് 2 വർഷമാണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കി വെച്ചോളാം. വാറണ്ടിയിൽ ബാറ്ററിയുടെയാണ് ശരിക്കും കംപ്ലയിൻറ്റ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടി വന്നുമ്പോൾ അപ്പോൾ തന്നെ കൈയോടെയൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് വണ്ടിയിൽ നിന്ന് ചാർജ് കയറുന്നതിനും വേറെ പ്രോബ്ലമൊന്നുമില്ല. വോൾട്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോഴല്ല, ശരിക്കും ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8 വോൾട്ട് ഈ താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റാണ്. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 6 വോൾട്ടിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി കപ്പാസിറ്റി, ബാറ്ററിയുടെ ലോഡിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടാണ് ആ പ്രോബ്ലം കാണിച്ചത്. ഞാൻ ഇപ്പം കുറച്ച് നേരം ചാർജിലിട്ടിട്ട് കയറ്റി വയ്ക്കാം. ബാറ്ററിയുടെ ശരിക്കും പറഞ്ഞാൽ വാറണ്ടി കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. 24 മാസത്തിനുള്ളിലാണെങ്കിൽ നമുക്കത് റീപ്ലേസ്മെൻറ്റായിട്ട് കിട്ടും, മാറ്റി കിട്ടും. അത് എവിടെ നിന്നാണോ മേടിച്ചത്, അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതല്ല എവിടെ നിന്നാണോ മേടിച്ചത് അവിടെ നിന്ന് തന്നെ ക്ലെയിം ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനുണ്ട്. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കളർ ചേഞ്ചൊക്കെ ഒരുവിധം കാണുന്നുണ്ട്, അത്യാവശ്യം കളർ ചേഞ്ച് കാണുന്നുണ്ട്. തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല, ഓയിൽ ചേഞ്ചിൻ്റെ മാറേണ്ട ടൈമാണ്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തിക്കൂടെ നമുക്ക് മാറ്റി വിട്ടേക്കാം കേട്ടോ. ശരിക്കും ഓയിൽ മാറ്റണത് കളർ നോക്കിയിട്ട് നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം 3000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിൻ ഓയിൽ മാറ്റാം. അത് ഓരോ 3000 കിലോമീറ്ററിലും. ഇപ്പോൾ നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ പ്ലസ് അടുത്ത 3000 ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എഞ്ചിനിൽ ആകെ 600 മില്ലി ഓയിൽ വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3000 കൂടുതൽ ഓടണത് അത്ര ബെറ്ററായിട്ട് തോന്നണില്ല. അപ്പോൾ 3000 കിലോമീറ്ററിൽ മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഏകദേശം കളർ ചേഞ്ചൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. മാറ്റാൻ ഇപ്പോൾ കൂട്ടത്തിലൂടെ മാറ്റി പോകണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ആ ഹിസ്റ്ററിയിലൊക്കെ കറക്റ്റ് കയറി കിടന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഈ ബാറ്ററിയുടെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ ഓക്കെ ആവുള്ളൂ. പക്ഷേ ബാറ്ററി വാറണ്ടി പീരീഡിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമുക്ക് എവിടെ നിന്നാണോ മേടിച്ചാൽ അവിടെ നിന്ന് തന്നെ വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ബാക്കിയത്തെ വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 5:30-6 മണിയൊക്കെ ആവും വർക്ക് തീർന്ന് വരുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ വർക്ക് മാക്സിമം തീരുന്നതിനനുസരിച്ച് നേരത്തെ കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.